നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധമായ ദീൻ, ഈ ദീനിൻ്റെ സംരക്ഷണമാവണം നമ്മളൊക്കെ ലക്ഷ്യങ്ങൾ. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ പ്രവർത്തിക്കുക, അത് വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുക, അത് വിശുദ്ധ ദീനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക, നല്ല നിയ്യത്തോടു കൂടി പ്രവർത്തിക്കുക. അതിനെതിരിൽ എപ്പോഴും ഫിത്തനകളൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ ലോകത്തിൻ്റെ സ്വഭാവം? അങ്ങനെയല്ലേ? അത് ഫിത്തന പല ജാതി ഫിത്തനത്തുമുക്ക മൗജിൽ ബഹർ എന്ന് പറഞ്ഞില്ലേ, സമുദ്ര തിരമാലകൾ അലടിച്ച് ആർത്ത് രമ്പി വരുന്നത് പോലെ ഒന്നിന് പുറകെ ഒന്നായിക്കൊണ്ട് ഫിത്തനകൾ ഉണ്ടായിത്തീരും. ഫിത്തനത്തുൽ അഹ്ലാസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. ഒരു കാലത്തും വിട്ടുപിരിയാത്തതായ ഫിത്തനകൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നമുക്കുള്ള ഊർജ്ജം നഷ്ടപ്പെടാൻ പാടില്ല, നമ്മൾ ആവേശം നഷ്ടപ്പെടാൻ പാടില്ല. ശക്തമായ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, അതിൻ്റെ പോഷക സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിനെതിരിൽ വരുന്നതായ എന്ത് വിമർശനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തുരപ്പം പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് അർഹിക്കുന്നതായ അവജ്ഞയോടുകൂടി നമ്മൾ തള്ളിക്കളയണം. സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ സ്ഥാപിത കാലം മുതൽക്കേ എന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളാണ് ആദർശപരമായ പ്രതിസന്ധികൾ. ഇത് രൂപീകൃതമായത് തന്നെ വിശ്വാസികളുടെ വിശ്വാസം നിലനിർത്താൻ, സന്മാർഗത്തിന്റെ വഴിയിലൂടെ സമൂഹത്തെ വഴി നടത്താൻ മഹാന്മാരായിരിക്കുന്ന പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ അവര് നിർവഹിച്ചു പോന്ന ഒരു ദൗത്യമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷക ഘടകങ്ങളും ഇന്നും അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് എന്താണോ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ ഈ പ്രസ്ഥാനം രൂപീകൃതമായത്, ആ ഒരു ആവശ്യം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി വിശ്വാസ വ്യതിയാനങ്ങൾ പോലും സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ ആദർശ വ്യതിയാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പുതുതലമുറയെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. വിശ്വാസം നിലനിർത്തണം, അത് നമ്മുടെ ബാധ്യതയാണ്. ഇന്നത്തെ ബാധ്യത എന്നുള്ളത് ഇന്നത്തെ പണ്ഡിതന്മാരിലാണ്. ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതിന് പല വഴികളിലൂടെയാണ് നമ്മുടെ പ്രതിസന്ധികളൊക്കെ കടന്നു വരാറുള്ളത്. അങ്ങനെ പല വഴികളിലും നമ്മുടെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഈ സന്ദർഭത്തിലൊക്കെ തന്നെ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്താൻ, ഈ ആദർശ പ്രസ്ഥാനത്തെ ഉറപ്പിച്ചു നിർത്താൻ അന്ന് പണ്ഡിതന്മാർ കൈക്കൊണ്ട രീതികളെ തന്നെയാണ് ഇന്നും നമ്മുടെ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ കൊണ്ടുവരുന്നതും വളർത്തിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്നുള്ളത് അത് തനതായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്നേ വളർന്നു കൊണ്ടുവന്ന ആ ഒരു ആദർശ പ്രസ്ഥാനമാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും നാം സമൂഹത്തിന് അറിയിച്ചു കൊടുക്കുകയും എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ബോധവൽക്കിച്ചു കൊടുക്കേണ്ട കാലഘട്ടമാണ്. സമസ്ത ഇവിടെ വളരെ സുന്ദരമായ രംഗത്ത് വന്ന് എന്തിനാ ഉണ്ടാക്കിയത്? ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണം. സമസ്തനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം പ്രശ്നമല്ല, സംഘടന പ്രശ്നമല്ല, വ്യക്തി പ്രശ്നമല്ല, ആരും പ്രശ്നമല്ല, ഏത് പാർട്ടിയും പ്രശ്നമല്ല. സുന്നത്ത് ജമാഅത്തിനെതിരിൽ ഏതെങ്കിലും ഒരു ശബ്ദം ഏത് ഭാഗത്ത് വന്നാലും മുഖം നോക്കാതെ അതിനെതിർക്കുമെന്നുള്ളത് സമസ്തയുടെ നയമാണ്, അതിന് അടിസ്ഥാനമാണ്. അതിനു വേണ്ടിയിട്ടാണ് സമസ്ത രൂപീകരിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതാണ് നമ്മുടെ മാതൃസംഘടന. ബഹുമാനപ്പെട്ട ദീനിന്റെ അഥവാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലനിൽപ്പ് അത് ഇളം തലമുറ കൈമാറി കൊടുക്കുക എന്നുള്ള വലിയ ദൗത്യം നിർവഹിക്കാൻ ദീർഘവീക്ഷണത്തോടുകൂടി, വളരെ വറവോടുകൂടി, സൂക്ഷ്മതയോടുകൂടി, തഖ്വയോടുകൂടി, മറ്റൊരു താല്പര്യമില്ല നമുക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ, അവർ ഈ ആദർശ പ്രചരണത്തിന് വേണ്ടിയാണ് നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ പ്രവർത്തകരായി തീരുക, അതിൻ്റെയൊക്കെ പ്രചാരകരായി തീരുക പറഞ്ഞ ജീവിതത്തിൽ കിട്ടുന്ന സുലഭ സന്ദർഭങ്ങളാണ്. ആദർശം കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേതുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഈ മഹത്തായ പ്രസ്ഥാനം രൂപീകൃതമാണ്. സമസ്തക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ബേസിക് ചിന്താഗതി. അങ്ങനെ തന്നെ. അതുകൊണ്ട് സമസ്തന്റെ പിന്നിൽ എന്തൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോ അതിന്റെ പിന്നിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ശ്രദ്ധിക്കൽ സമസ്തയാണോ എന്നുള്ളത് ചിന്തിക്കുന്നു. അതാണ് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി എല്ലാ പിന്തുണയും നൽകുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ശൈഖുനാ ആത്തിഫ ഉസ്താദൊക്കെ പഠിപ്പിച്ചത്. അത് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. സമസ്ത എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലെ അത്ഭുതമാണ്.
സമസ്തന്റെ രീതി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കൂടെ അവരുടെ പ്രയാസത്തിലും പ്രതിസന്ധിയിലും ഒരുമിച്ച് നിന്നുകൊണ്ട് അത് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ ഒരു സാധാരണക്കാരുടെ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അങ്ങനെയുള്ള വലിയ പവർ എടുത്തിട്ടുള്ള പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഷോ ചെയ്തിട്ടുള്ള ഒന്നുമില്ല. നമുക്ക് ഇനിയും സാധാരണക്കാരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇനിയും നമ്മളെ കൂടെ ഉണ്ടാവും. അവരാണ് സമസ്തയുടെയൊക്കെ ശക്തി. അവർക്ക് ഇതിൻ്റെ എല്ലാ കാര്യവും അറിയാം, ഇതിന് ബർക്കത്ത് അറിയാം. ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് യഥാർത്ഥ സുന്നത്ത് ജമാഅത്താണെന്ന് വിശ്വസിച്ചിട്ടുള്ള ആളുകളാണ്. അതുതന്നെയാണ് ഇതിൻ്റെ സത്യവും. പിന്നെ പ്രതിസന്ധി, സമസ്തക്ക് പ്രതിസന്ധി വന്നു എന്ന് ആരും പറയാൻ പാടില്ല. അത് ഒരു ബർക്കത്തുള്ള, അതുപോലെ തന്നെ മഹാന്മാരായിട്ടുള്ള ആളുകളുടെയൊക്കെ നോട്ടമുള്ള, ഇപ്പോഴും അവരൊക്കെ നോക്കിക്കൊണ്ട് ഇതിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു സംഭവമാണ്. പ്രതിസന്ധിയല്ല ഇത്, അത് ശുദ്ധികലശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ കാലഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് മുമ്പും ഇതുപോലെയുള്ള ശുദ്ധി കലശങ്ങളൊക്കെ നടന്ന് അവരൊക്കെ പോയി. ഇപ്പോഴും ഇത് ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും. അതിൽ നിൽക്കുന്ന ആളുകൾ സത്യത്തിൽ ശുദ്ധിയുള്ള ആളുകളായിരിക്കും. അത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും. മറ്റുള്ള ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവനെ രണ്ട് കൈകൊണ്ട് സ്വീകരിച്ച് സമസ്തയിൽ കൊണ്ടു നടക്കണം. സ്വന്തം സഹോദരനാണ്. സമസ്തയുടെ ആദർശത്തിലല്ല ജീവിക്കുന്നതെങ്കിൽ അവൻ സഹോദരൻ തന്നെയാണ്. സമസ്തയിൽ അടുപ്പിക്കരുത്. ചിലര് എന്നോട് പറയാറുണ്ട്, തങ്ങളെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണല്ലോ ഉള്ളത്, ഞാൻ പറയും നിങ്ങൾ നമ്മുടെ കൂടെ തന്നെയാണത്. ശരീരം കൊണ്ടുള്ള കൂടെയല്ല വേണ്ടത്, ആദർശം കൊണ്ട് നമ്മുടെ കൂടെ വരണം. നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കൂ. ആദർശം കൊണ്ട് കൂടെയുള്ളവനാണ് കൂടെയുള്ളവൻ. വളരെ അടുത്ത സ്നേഹിതനാണ്, വേണ്ടപ്പെട്ടവനാണ്. ആദർശത്തിൽ അവനില്ലെങ്കിൽ അവൻ എന്റെ കൂടെയില്ല, സ്നേഹിതൻ തന്നെയാണ്. എല്ലാവരും മനസ്സിലാക്കുക. ആദർശം അമാനത്താണ്, അമാനത്താണെന്ന് പറയുന്നവര് സമസ്തയുടെ ആദർശത്തിൽ ജീവിക്കുന്നവരാണ് നമ്മുടെ കൂടെ. അതല്ലാത്തവരോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അത്രേ ഉള്ളൂ. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസു. ഇന്നലെ സയ്യിദുൽ ഉലമ പറഞ്ഞതുപോലെ നമുക്ക് വിരോധിയല്ല അയാള്. പക്ഷെ നമ്മൾ ആദർശത്തിൽ ജീവിക്കുന്നത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ, സ്നേഹിതനായിരിക്കും, കൂട്ടുകാരനായിരിക്കും, വളരെ ഡിഗ്രി ദോസ്തായിരിക്കും. സമസ്തയുടെ ആദർശത്തിൽ നിന്നാൽ അവൻ നമ്മളുടെ കൂടെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തുക എന്ന മഹത്തായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായി. മുസ്ലിം ഉമ്മത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വഴികാട്ടിയായി ലോകമാകെ പടർന്നു പന്തലിച്ച മഹാവൃക്ഷമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലകൊള്ളുമ്പോൾ അതിനെ അടിത്തറപ്പാക്കിയത് ഈ പ്രസ്ഥാനത്തിനെ ഈ നിലയിലേക്ക് എത്തിക്കാൻ അടിത്തറപ്പാക്കിയതായിരിക്കുന്ന പണ്ഡിതന്മാർ. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ ചെയ്തു സൂക്ഷ്മമായ ജീവിതം നയിച്ച പണ്ഡിതന്മാരായി, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, മറ്റാരെയും ഭയപ്പെടാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ, പരിശുദ്ധ ദീൻ ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം, അത് യഥാർത്ഥമായ രൂപത്തിൽ എന്ന നല്ല ഉദ്ദേശത്തോടുകൂടി രൂപീകൃതമാകുമ്പോൾ തുല്യതയില്ലാത്ത പ്രസ്ഥാനമായി ഇവിടെ നിലകൊള്ളുന്നത്. നാൾക്കുനാൾ ബഹുജനങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടൊപ്പം കൂടുന്നു. ഇന്നതിന്റെ പുരോഗതിയുടെ ഉത്തുംഗതയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലകൊള്ളുമ്പോൾ അതിനെല്ലാം കാരണം നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല അതിന്റെ നേതാക്കളാണ്. മൺമറിഞ്ഞുപോയ നേതാക്കൾ, അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നതായിരിക്കുന്നതിന് നേതൃത്വം നൽകുന്നതായിരിക്കുന്ന നേതാക്കൾ, ഇവരുടെ എല്ലാം പരിശ്രമ ഫലമായിട്ടാണ് നാം ഈ കാണുന്ന
മതപരമായ വിദ്യാഭ്യാസവും ഭൗതികമായ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നാട്ടിന്റെ മഹല്ല് തലത്തിലുള്ളതായിരിക്കുന്ന പുരോഗതിയുമെല്ലാം നാം നേടിയത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ആ പ്രസ്ഥാനത്തെ നാം ഒരിക്കലും കൈവിടാൻ പാടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്തുക, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ ആദർശങ്ങൾ, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ചിട്ടയോടുകൂടി പ്രവർത്തിക്കുക. നമ്മൾ എന്തേലും പറഞ്ഞേക്കുമെന്ന് പേടിച്ചിട്ട് ദീന് പറയാതെ പുറകോട്ട് പോകാനൊന്നും കഴിയില്ല. പടച്ച തമ്പുരാന്റെ ദീനില് എല്ലാ കാലത്തും മറുഭാഗത്തുണ്ടായിരുന്ന ആളുകൾ വലിയ കൊലകൊമ്പന്മാരാണ്. ഞാൻ പറഞ്ഞില്ലേ, കാറൂനും ഫിറോനും മറ്റൊക്കെ നമ്രൂദൊക്കെ ആയിട്ടായിരുന്നത്. എന്നിട്ടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഒലിച്ചു പോയോ? അവരെയൊക്കെ പേടിച്ചിട്ട് പിന്മാറിയോ? ദീനിന് എപ്പോഴും പ്രയാസം ഉണ്ടാവും. ദീനിന് പ്രയാസം ഉണ്ടാകുമ്പോ, ഒരു നല്ല പ്രയാസം വരുമ്പോ പതുങ്ങി മൂലയിലിരിക്കാനോ പതുങ്ങി ഉള്ളിൽ വരികാനോ അത് ഭീരുക്കളാണ്. കാര്യങ്ങൾ എല്ലാവരും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കിലാണ് ഓണത്തിനിടയിലെ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ മാതിരി ഇതിന്റെ ഇടയ്ക്കിൽ ഈ വഹാബിസത്തിനെയും മൗദൂദിസത്തിനെയും ഒക്കെ വെളുപ്പിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ബൈത്തു സക്കാത്തു, മറുഭാഗത്ത് മറ്റേ മദിനിയൊക്കെ വന്നിട്ട് പാണക്കാട് തങ്ങന്മാരൊക്കെ ഞങ്ങൾ ആളുകളാണ്, നമ്മൾ ഇതിന്റെ ഒക്കെ ആളുകളാന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ഇത് വെളുപ്പിക്കാൻ, പാണക്കാട് തങ്ങന്മാരെയും വെച്ച് വെളുപ്പിക്കാൻ അതെന്തായാലും കേരളീയ മുസ്ലിം ഉമ്മത്ത്, പ്രബുദ്ധ സുന്നി ഉമ്മത്ത് അത് അംഗീകരിക്കുകയില്ല. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിലേക്ക് ഈ നവീന ചിന്താധാരകള് കടക്കാൻ പ്രയാസ. അത് വെറുതെ അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ വന്നാലും ഏത് കോലത്തിൽ വന്നാലും, നരിയായിട്ടും നായായിട്ടും പുലിയായിട്ട് വന്നാലും ഇങ്ങോട്ട് എടുക്കില്ല. അത് അഗ്നിയും പൈസ ആദർശേരിയായാലും അതിനപ്പുറമുള്ള ആളുകളായാലും അവർക്കൊക്കെ താല്പര്യം എന്തേ? അത്യാവശ്യം ഒരു പുതിയ ദീന്, ആ പഴയ ദീനല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള സംഗതി അതൊക്കെ തന്നെ. എന്നാലോ ഒരു ബ്രദർഹുഡിന്റെ ഇന്റർനാഷണൽ ഫേസ് വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ ദീന്, ആ ദീനിന് സമസ്തയുടെ ബോർഡും വെച്ചിട്ട് നമ്മളത്രേ പറഞ്ഞുള്ളൂ. അടുത്ത തലമുറക്കും നമ്മുടെ അടുത്ത തലമുറക്കും യാതൊരു കളങ്കവുമില്ലാതെ ആളുകൾ എത്ര ഉണ്ടായാലും ശരി, മദ്രസയുടെ എണ്ണം കുറഞ്ഞാലും ശരി, മഹല്ലുകളെ എണ്ണം കുറഞ്ഞാലും ശരി, ഉസ്താദുമാർ മദ്രസയിൽ നിന്ന് പോയാലും ശരി, മാനേജ്മെന്റ് മാറിയാലും ശരി, ഈ പരിശുദ്ധ ദീന് അടുത്ത തലമുറക്ക് യാതൊരു കളങ്കവുമില്ലാതെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള ആ ദൗത്യമാണ്. അതിന്റെ ഹാദിമ്യങ്ങളാണ്, അതിന്റെ സഹായികളായിട്ട് വർത്തിക്കാനാണ് നമുക്ക് താല്പര്യം. അതിലാരെന്തൊക്കെ പറഞ്ഞാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടോ അതിൽ തന്നെ ഒരു വ്യത്യാസം ഇല്ലാതെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടന അതേമാതിരി നിലനിൽക്കുന്നു. ആ ഭരണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇന്നും സമസ്ത ജമിയത്ത് പറയുന്നത്. സമസ്തക്ക് മാറ്റം വരുത്തേണ്ട ഗതിയേത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. കാരണം സമസ്ത ഇന്ന് വിഭാവനം ചെയ്യുന്നത് പ്രവാചക പുസ്തകങ്ങൾ കാണിക്കുന്ന പാത. സമസ്ത ജമിയത്ത് ഈ 100 വർഷത്തിലേക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ഒരുപാട് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ കത്ത് കൊടുത്ത് വൈകുന്നേരം തീരുമാനം പറയുന്നതല്ല സംഘടനാ സമസ്ത. കുറേ കാലങ്ങൾ, മാസം, കൊല്ലങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് സമസ്ത തീരുമാനം പ്രഖ്യാപുള്ളൂ. അങ്ങനെ സമസ്തകളുടെ ജമീനത്തെ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ട ഗതികേട് വന്നില്ല. അങ്ങനെ സമസ്തകളുടെ എന്ത് തീരുമാനമായാലും, ഇപ്പോൾ അടുത്ത വഫിയ തീരുമാനമായാലും എന്ത് തീരുമാനമായാലും ആ സമസ്ത ജമീയത്തെ തീരുമാനത്തിന് മാറ്റം വരുത്തേണ്ട ഗതിയുണ്ട്, മാറ്റം വരുത്തുകയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സമസ്തയുടെ താങ്ങും തണലുമാണ് നിങ്ങൾ. സമസ്ത ആശയത്തിൽ സമസ്ത പറയുന്നത് സുന്നത്തമായതിന് ആശയമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ആര് എതിർത്താലും അത് ശബ്ദിക്കും. ഇതിനേക്കാൾ തീഷ്ണമായിട്ടുള്ള അന്തരീക്ഷത്തിൽ, ഇതിനേക്കാൾ പ്രയാസം നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മഹാരഥന്മാരായ ആളുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പാടുപെട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ, ഏത് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും എന്ത് എതിർപ്പുണ്ടെങ്കിലും ആദർശ രംഗത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഒരാൾക്കും ഞങ്ങളെ തടഞ്ഞു വെക്കാൻ സാധ്യമല്ല. ആദർശം പറയുന്നിടത്ത് തടഞ്ഞു വെച്ചാൽ ആ തടവുകളൊക്കെ തട്ടിമാറ്റി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രബോധന പ്രവർത്തന രീതിയിൽ ഈ സംഘം മുന്നോട്ട് വരുമെന്നാണ് അത്തരക്കാരോടൊക്കെ നമുക്ക് ഉണർത്താനുള്ളത്. നമുക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു നേതൃത്വമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽമ എന്ന് പറയുന്ന നേതൃത്വം, ആ വിശുദ്ധമായ നേതൃത്വത്തിന്റെ പിന്നിൽ അടിയുറച്ച് ജീവിക്കുവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ഒന്ന് മാത്രമേയുള്ളൂ, സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ മഹാന്മാരായ നേതാക്കന്മാര് പറയുന്ന
തീരുമാനം എന്താണോ, അവര് നമ്മളോട് പറഞ്ഞ നിർദ്ദേശങ്ങൾ എന്താണോ, ആ നിർദ്ദേശത്തെ ശിരസ വഹിച്ച് അത് നമ്മുടെ പ്രവർത്തന ഗോതയിൽ കൊണ്ടുവരിക എന്ന ദൗത്യം മാത്രമാണ് നമുക്കൊക്കെ നിർവഹിക്കാനുള്ള. അൽഹംദുലില്ലാ, നമ്മളതിൽ ഭാഗ്യം കിട്ടിയവരാണ്. മരണം വരെ നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും ഈ വിശുദ്ധമായ സംഘത്തിന്റെ പിന്നിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ സർവശക്തനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം എന്നുള്ളത് കേരളീയ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം മഹാനായ ശംസുൽ ഉലമയുടെ വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ ഇതൊരു സംഘടനയല്ല, പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ പര്യായമാണ്. ദീനിന്റെ ഏറ്റവും വലിയ ഒരു മഹത്തായ സംവിധാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത്. അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീൻ ഇതാണെന്ന് ഉമ്മത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ചൊവ്വായ പാന്താവിലൂടെ നയിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഈ ഉമ്മത്തിന് ഒരു അണിമണി തൂക്കം പോലും ലാഞ്ചനയില്ലാതെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത്. അതാണിത് തഖ്വയുടെ മേൽ അസ്ഥിവാരമിട്ട സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിന്നു എന്നതാണ് സമസ്ത ജംഇയ്യത്തുൽ ഉലമ ചെയ്തത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വിഷയങ്ങളിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ഇവിടെ തുമറയിന്റെ അവസാനത്തെ ശബ്ദം. അതുകൊണ്ടൊരു കാര്യം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ തിരിച്ചറിയണം. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ അത് അജയ്യമാണ്, അത് ഹക്കാണ്, അത് നേരാണ്. അത് നാടിന്റെ പാരമ്പര്യത്തിന്റെ തനിമയെ ഇവിടെ ശക്തിപ്പെടുത്തുകയാണ്, അതിനെ സംരക്ഷിക്കുകയാണ്. അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിവന്ദരായ നേതാക്കൾ നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ അഭിമാനമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കട്ടുവല്ലോ, എത്രയോ പ്രതിസന്ധികൾ, എത്രയോ പ്രയാസങ്ങൾ അഭിവന്ദരായ ഉസ്താദുമാർ നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഞങ്ങളെ കുറിച്ചൊക്കെ പലരും പറയുന്നുണ്ടാവാം, പക്ഷെ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കുമല്ല. പക്ഷെ അഭിവന്ദരായ ഉസ്താദുമാരെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് വേദന ഉണ്ടാവാറുണ്ട്. ഈ നിഷ്കളങ്കരായ സാത്വികരായ ആലിമീങ്ങളെ നിങ്ങൾ നോക്കൂ, അവർക്ക് ഈ ആദർശത്തോടുള്ള പ്രതിബദ്ധതയെ നിങ്ങൾ നോക്കൂ. ഏത് പ്രതിസന്ധികൾ നേരിട്ടാലും ഈ ആദർശത്തിന്റെ കൂടെ, ഈ നിലപാടിന്റെ കൂടെ പാറ പോലെ ഞങ്ങൾ ഉറച്ചു നിൽക്കും, ഒരടി പോലും പിറകോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ മഹത്തുക്കളായ ആലിമീങ്ങളുടെ ആദർശ പ്രതിബദ്ധതയുണ്ടല്ലോ, ഇതാണ് ഈ സംഘശക്തിയുടെ ആവേശമെന്ന് നിങ്ങൾ തിരിച്ചറിയാം. അതുകൊണ്ട് ഏതെങ്കിലും പ്രതിസന്ധി വന്നാൽ, ഏതെങ്കിലും പ്രയാസം വന്നാൽ ഒരടി പോലും പിന്മാറാൻ SKSSFന്റെ പ്രവർത്തകർ സന്നദ്ധരല്ല എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവേ, നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തെ നീ ശക്തിപ്പെടുത്തണേ റഹ്മാനെ. സമസ്ത തെറ്റാണെന്ന് പറഞ്ഞവര് അത് ആരുകൊണ്ട് പറഞ്ഞിട്ടും അത് തെറ്റാണെന്ന് സമൂഹം തള്ളിയത് സമസ്തയുടെ നിലപാടിൽ പിഴച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. ഒരു സ്ഥാപനത്തിൽ ഒരു ബാച്ചിലർ വിദ്യാർത്ഥി സംഘം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒന്നടങ്കം ഇറങ്ങിപ്പോകേണ്ടി വന്നപ്പോഴും അത് തെറ്റ് തന്നെയാണെന്ന് പറയാൻ ആരെങ്കിലും പോകുമെന്ന് പേടിച്ചുകൊണ്ട് സമസ്ത തിരുത്താൻ പോയിട്ടില്ല. ഇന്നും ആ നിലപാടിൽ തന്നെയാണ് സമസ്തക്ക് നിൽക്കാനുള്ളത്. വാഫി വിഷയങ്ങൾ കടന്നു വന്നു, അവരുടെ നിലപാടുകളിൽ വ്യക്തമായ തിരുത്തലുകളുടെ ആവശ്യമാണ്, അതുകൊണ്ട് തിരുത്തേണ്ടിയിരിക്കുന്നു എന്ന് സമസ്ത പറഞ്ഞു. അത് അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവർക്ക് പോകാൻ നിങ്ങളുടെ വഴിക്കെന്ന് പറയാൻ സമസ്ത ആഗ്രഹം കാണിച്ചു. സ്ഥാപനങ്ങൾ പോകുന്നിടത്തല്ല, കേരളീയ മുസ്ലിം സമൂഹത്തിലെ ഒരു വലിയൊരു സമൂഹത്തിന്റെ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുന്നതിന് കാവൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത. ആ സമസ്ത ആർജവം കാണിച്ചിട്ടുണ്ട്. ആരൊക്കെ അത് കൊണ്ടു നടന്നാലും, ആരൊക്കെ അതിനുവേണ്ടി പ്രചാരണം നടത്താലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് കാവൽ നിൽക്കുന്ന കാലത്തോളം ആര് പണിയെടുത്താലും അതിന്റെ നിലപാട് തിരുത്തേണ്ട ആവശ്യം വരില്ല. സമസ്ത വിശ്വാസ സംരക്ഷണത്തിന് വന്നതാണ്. പഞ്ചായത്ത് ഭരിക്കാനും ബാങ്ക് ഭരിക്കാനും ഉണ്ടാക്കിയതല്ല സമസ്ത. അതുകൊണ്ട് വോട്ട് ബാങ്കിന് ബേജാറ് സമസ്തക്കില്ല. ആരെങ്കിലും പോകുമെന്ന് പേടിയും വേണ്ട. സമസ്ത പറഞ്ഞിട്ട് രൂപീകരിച്ചിട്ടുള്ളത്, അത് രൂപീകരിച്ചിട്ടുള്ളത് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാനാണ്. ബഹുമാനപ്പെട്ട ശരീഅത്തുൽ ഇസ്ലാം, വിശിഷ്യ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥമായ ആശയാദർശങ്ങൾ സമൂഹത്തിലേക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തോളമായി
വളരെയധികം പ്രയത്നിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹിതമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നത്. നമ്മൾ വചനങ്ങളെ കൊണ്ട് പറയുന്നതിലുപരി പ്രവർത്തനങ്ങളെ കൊണ്ട് ആ മഹിതമായ പ്രസ്ഥാനത്തെ ഓരോരുത്തരും അനുഭവിച്ചവരാണ്, പ്രത്യേകിച്ച് കേരളക്കരയിൽ. അതിനൊരു തളർച്ച കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി എവിടെയും വന്നില്ല എന്ന് മാത്രമല്ല, പല ഘട്ടങ്ങളായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങളെ ജനമനസാന്തരങ്ങളിൽ നിന്ന് എടുത്തു കളയണം എന്ന താല്പര്യത്തോടെ ചില ഛിദ്രശക്തികൾ ഇടക്കിടക്ക് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മഹിതമായ പ്രസ്ഥാനത്തെയും അതിന്റെ കീഴ്ഘടകങ്ങളെയൊക്കെ ആക്ഷേപിക്കുന്നതും നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ഈ പ്രസ്ഥാനം നാളിതുവരെ സമൂഹത്തിലേക്ക് സമർപ്പിച്ചത് വിശുദ്ധമായ ഇസ്ലാം ശരീഅത്തിന്റെ യഥാർത്ഥമായ രൂപമാണ്. അതിന് ഇതുവരെ വ്യതിചലിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടി ഈ ഒരു പ്രസ്ഥാനം അതിന്റെ കീഴ്ഘടകങ്ങൾ പ്രവർത്തിച്ചില്ല എന്നത് ബോധ്യപ്പെട്ടവരൊക്കെ അത്തരം ഛിദ്രശക്തികളിൽ നിന്ന് മോചനം ലഭ്യമാറുതകുന്ന രൂപത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നതാണ്. പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അത് ഉണ്ടാകുന്നത് തന്നെ ബിദ്അത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ പ്രചണ്ഡമായ പ്രചരണം നിർവഹിക്കുന്ന ഒരു കാലത്ത് പാവങ്ങളായ മനുഷ്യന്മാര് ആ വഴികേടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ അതിൽ പ്രതിരോധിക്കേണ്ടത് ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ ലഹറൽ ബിദ്അ, എവിടെയെങ്കിലും ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുകയും വസക്കത്തൽ ആലിമു, ആലിമ് അവിടെ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ഫലഅനതുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ ശാപം അവിടെ മേലിൽ ഉണ്ടാകുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്ത ആ പണ്ഡിതന്മാർ ബിദ്അത്തിനെ നിഷ്കാഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറ്റവും പരമപ്രധാനമായത് ഒരു മനുഷ്യന്റെ ഇസ്ലാമികമായ വിശ്വാസത്തെ തട്ടിക്കൊണ്ടുപോകാനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടമാണ് ഈ കാലത്തിന്റെ ആവശ്യമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ ആദർശ പ്രസ്ഥാനം ഉണ്ടായത്. എന്തുകൊണ്ട്? ആദർശം നിലനിർത്തുകയാണ് ജീവൻ നിലനിർത്തുന്നതിനേക്കാൾ പ്രധാനമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശങ്ങൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത്, സ്വഹാബത്ത് അത് താബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത്, താബികൾ അവർക്ക് ശേഷമുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത്, കൈമാറ്റം ചെയ്യപ്പെട്ട് യാതൊരു ശൃംഖലക്ക് യാതൊരു കോട്ടമില്ലാത്ത രീതിയിൽ വളരെ ഭദ്രമായി നമ്മിലേക്ക് എത്തിയിട്ടുള്ള പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന ബാധ്യതയാണ് നമുക്ക് ഈ കാലത്ത് നിർവഹിക്കാനുള്ളത്. പരിശുദ്ധമായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് പൂർവികരായ നമ്മുടെ മഹത്തുക്കൾക്കും നമ്മുടെ നേതാക്കന്മാർക്ക് കരുത്ത് പകർന്നുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിന് ശേഷം താബീങ്ങൾ താബീങ്ങളുടെ കൈമാറ്റം ചെയ്തപ്പെട്ട് നമ്മുടെ ആലിമീങ്ങളിലേക്ക് എത്തിപ്പെട്ടുന്ന പരിശുദ്ധമായ ഈ ആദർശം അതിന് യാതൊരു കോട്ടം തട്ടാതെ സംരക്ഷിച്ചു പോകുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ്. അതിനുവേണ്ടി തന്നെയാണ് അല്ലാഹു തആല നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളതും. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതാണ് അല്ലാഹുവിനോട് 5 നേരം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഹിദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ പാതയിലൂടെ ഞങ്ങളെ സഞ്ചരിപ്പിക്കണമേ എന്ന് 5 നേരം. അത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാത. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ അവർ തഫ്സീർ വ്യാഖ്യാനിക്കപ്പെടുന്നത് അത് മിനൻ നബിയ്യീന വ സുദ്ദീഖീന വ ശുഹദായി വ സ്വാലിഹീൻ, നബിമാരുടെ മാർഗമാണ്, ശുഹദാക്കളോടാണ്, സ്വാലിഹീങ്ങളോടാണ്. ആ മാർഗത്തിലൂടെ ഞങ്ങൾ ഹിദായത്തിലാക്കണമേ എന്ന് 5 നേരം അല്ലാഹുവിനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ അണിനിരന്നുകൊണ്ട് ആ സ്വാലിഹീങ്ങളെ കൂടെ ആ ആലിമീങ്ങളോട് കൂടെ ഈ മഹിതമായ ഈ ആദർശത്തോട് നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. അത് തന്നെയാണ് നമ്മൾ നിലകൊടുക്കുന്നത്. അതാണ് നാം പൂർവികരെ കാണിച്ചു തന്ന മാതൃക. അത് തന്നെയാണ് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുവാനും ആദർശം സംരക്ഷിക്കപ്പെടുവാനും നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏതൊരു ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടോ ആ ലക്ഷ്യത്തിലേക്ക്
സമൂഹത്തെ സന്ദർഭവും സാഹചര്യങ്ങളുമൊക്കെ ബോധ്യപ്പെടുത്തി മഹത്തായ സംഘടന മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാനിനപ്പുറത്ത്, അവരുടെ ആദർശത്തിനപ്പുറത്ത് മറ്റൊന്നും ആലോചിക്കുക എന്നുള്ളത് പോലും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ല. ഭൗതികമായി കൊണ്ട് നാം ചെയ്യുന്ന അമലുകൾ അതിന്റെ സ്വീകാര്യതയ്ക്ക് പോലും ഏറ്റവും അനിവാര്യമായ ഒന്നാണ് നമ്മുടെ വിശ്വാസം എന്നുള്ളത്. ആ വിശ്വാസത്തെയാണ് നാം, ആ അഖീദയെയാണ് നാം ആദർശം എന്ന് പേരിട്ടുകൊണ്ട് വിളിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ആദർശത്തിൽ ഉറച്ച നിലപാടില്ലാതെയാകുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അവന്റെ അമലുകളിൽ ഖബൂലിയത്തില്ലാതെ പോകുന്നു എന്നുള്ളത് പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും നമ്മെ ബോധ്യപ്പെടുത്തുന്ന സംഗതിയാണ്. ആദർശത്തിൽ ബൈന സമീപനമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിക്കൊണ്ടും അവൻ ചെയ്യുന്ന അമലുകളിൽ അള്ളാഹുവിന്റെ തൃപ്തിയും ഖബൂലിയത്തും ഉണ്ടാവുകയില്ല, അത് നഷ്ടമാവുകയാണ്. ഒരു നൂറ്റാണ്ടുകാലമായി സമസ്ത കേരള ജമിയത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സന്ദേശവും ഇന്നും പത്തരമാറ്റോടുകൂടെ ആ സന്ദേശത്തെ മഹത്തായ സംഘടന ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുകയാണ്. പരിശുദ്ധമായ ദീനിനും അഹ്ലുസുന്നത്ത് വൽ ജമാഅക്കും വിശുദ്ധമായ സമസ്തക്കും സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ ഖിദ്മത്ത് ചെയ്യുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ. മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ ശംസുൽ ഉലമാ അനുവാദനം ചെയ്ത, ആ ശംസുൽ ഉലമ പഠിപ്പിച്ച അതേ ആശയ ആദർശ വിശ്വാസത്തിനാണ് കാലം എത്രയും. ഇൻഷാ അല്ലാഹ് അതിനെന്ത് എതിർപ്പുകൾ വന്നാലും, ആരതിനെ എതിർത്താലും, ഏത് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നാലും, ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അനുഭാവനം ചെയ്യുന്ന ആശയാദർശങ്ങൾക്ക് കോട്ട കെട്ടി നിൽക്കാൻ SKSF-ന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ എപ്പോഴും തയ്യാറാണ് എന്ന് അർഹമുറഹ്മാനായ രാജാതിരാജനായ അല്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഞങ്ങളെ പരമോന്നത പണ്ഡിത ആദർശ പ്രസ്ഥാനത്തിന്റെ ഞങ്ങളെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ കാലശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ ഭാഗ്യമുണ്ടായാൽ വിശുദ്ധ ദീനിൽ ഇസ്ലാമില് പല അഭിപ്രായ വ്യത്യാസങ്ങളും കാണാൻ സാധ്യതയുണ്ട്. ആ സന്ദർഭത്തില് എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം, എന്റെ സ്വഹാബത്തിന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ ഹബീബ് പഠിപ്പിച്ച ആ പാഠ്യ പദ്ധതിയുടെ അള്ളാഹുവെ പ്രകടനമാണ് ഈ പുണ്യ സദസ്. ഈ പുണ്യ സദസ് നീ സ്വീകരിക്കണം റബ്ബേ. ഞങ്ങൾക്ക് ദുനിയാവല്ല ആഖിറമാണ് റബ്ബേ വേണ്ടത്. ആഖിറം രക്ഷപ്പെടുമെന്ന് മഹാനായ ഖുതുബുസ്സമാന് ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പ പഠിപ്പിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ അടിയുറച്ചു നിൽക്കാൻ അത് ഖുതുബുസ്സമാനെന്ന് പഠിപ്പിച്ചത് മഹാനായ ശംസുൽ ഉലമയാണ് റബ്ബേ. ആ മഹാനായ സയ്യിദ് വർഗ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ഇപ്പോൾ ആ സ്ഥാനത്ത് മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. ഞങ്ങൾ പിറകിലുണ്ട് ശക്തി പകരാൻ. പടച്ചവനെ സമസ്തക്ക് വേണ്ടി ശക്തി പകരാൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാവലാളാവാൻ, കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം വിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ ഖാദിമായി നിലകൊള്ളാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ അല്ലാഹ്. പടച്ചവനെ എന്തെന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും പടച്ചവനെ സമസ്തക്ക് വേണ്ടി ഖിദ്മത്തെടുത്തതിന്റെ പേരിൽ എന്ത് തന്നെ സംഭവിച്ചാലും അല്ലാഹ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ആഖിറം രക്ഷപ്പെടലാണ്. നീ ഞങ്ങൾക്കത് തരണേ അല്ലാഹ്, നീ ഞങ്ങൾക്കത് തരണേ അല്ലാഹ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധികാരിക പരമോന്നത പണ്ഡിത സഭ എന്ന് സമസ്തയെ ആലങ്കാരികമായി മാത്രമല്ല അത് നമ്മുടെ അനുഭവത്തിൽ തെളിഞ്ഞ കാര്യമാണ്. പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വിഘ്നം വരുന്നു എന്ന് കണ്ടപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലുള്ള വിശ്വാസികൾക്കിടയിൽ സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കുന്ന ശക്തികൾ ഫിത്നയുമായി മുന്നിട്ടിറങ്ങിയപ്പോൾ അതിനെ പ്രതിരോധിക്കാനെന്ന വണ്ണമാണ്
പരിശുദ്ധമാക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് അന്നത്തെ ഉലമാക്കൾ രൂപം നൽകിയത്. ഓരോ കാലഘട്ടത്തിലും അതത് കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സമസ്തയുടെ നേതൃത്വം വളരെ നല്ല രീതിയിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിരുന്നു. കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന 40 ഉലമാക്കൾ ചേർന്ന മഹിതമായ മുഷാവറ, ആ മുഷാവറ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുക, അവർ തീരുമാനിച്ച കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കുക എന്നുള്ളതാണ് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. ആര് എന്തൊക്കെ രീതിയിലുള്ള കുപ്രചരണങ്ങളും അപവാദങ്ങളും ഒക്കെ പ്രയാണം നടത്തിയാലും പരിശുദ്ധമാക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഹക്ക് പറയുവാൻ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ഈ ലോകത്തുണ്ടാവും എന്നുള്ളത് വസ്തുതയാണ്. അതിന്റെ അനുരണനങ്ങളാണ് ഇന്ന് നമുക്കറിയാവുന്നത് പോലെ കേരള മുസ്ലിമീങ്ങളുടെ ആത്മീയമായ നേതൃത്വം സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലായിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രയാണങ്ങൾ. ആദർശമെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പേച്ചു പോകാതെ കൊണ്ടു നടക്കേണ്ട യഥാർത്ഥമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥമായ അഖീദ, അതനുസരിച്ച് ജീവിക്കാൻ അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ ഒരു വലിയ പ്രസ്ഥാനം നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത ഒരു കാര്യം ആഹ്വാനം ചെയ്താൽ അത് ഏറ്റെടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അത് ഏറ്റെടുത്ത് നടത്താൻ നമ്മൾ വളരെയധികം ശുഷ്കാന്തിയോടുകൂടെ മുന്നിട്ടിറങ്ങാൻ നമുക്ക് വളരെയധികം ആവേശമാണ്. ഇത് സമസ്തയോടുള്ള ഒരു വലിയൊരു അനുകമ്പയുടെയും സ്നേഹത്തിന്റെയും ഭാഗമാണ്. സമസ്ത എന്ന് പറയുന്നത് ഇലാഹിയായ സഹായമുള്ള തൗഫീഖുള്ള ഒരു പ്രസ്ഥാനമാണ്. അല്ലാഹുവിന്റെ കബൂലിയത്തുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ സമയത്ത് സയ്യിദന്മാരും ഉസ്താദുമാരും എല്ലാവരും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് അടിയുറച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഒരു കാലാവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സയ്യിദന്മാരെ സംബന്ധിച്ചിടത്തോളം, ആലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ന് ലഭിക്കുന്ന ഈ ഓരോ ആദരവും ഈ ഓരോ ദറജയും നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് സുന്നത്ത് ജമാഅത്തിനെ പഠിപ്പിച്ചു കൊടുക്കാൻ, പകർന്നു കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരം ഉണ്ടാക്കി തന്നത് പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനമാണ്. ആ സമസ്തക്ക് വേണ്ടി നമ്മൾ അടിയുറച്ച് എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങളും ചെയ്ത് ഒരുമയോടെ മുന്നോട്ട് പോകണം. വരും തലമുറക്ക് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ കൈമാറണമെങ്കിൽ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച പ്രസ്ഥാനമായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് വേണ്ടി അത് വരും തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും അത് അകമഴിഞ്ഞ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ